ഹലോ, ഇന്ന് ഈസ്റ്ററാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസം. യേശു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. വചനം പറയുന്നു, മരണശേഷമാണ് ഒരു നിയമം സ്ഥിരമാകുന്നത്. വിശ്വാസമാർഗം, അതായത് വിശ്വാസത്താൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുമെന്നുള്ള പുതിയ ഒരു നിയമം, അത് സ്ഥിരമായത് യേശുവിൻ്റെ മരണശേഷം. യേശു മരിക്കുക മാത്രമല്ല ചെയ്തത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ആ ഉയർപ്പ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചു, എന്നാൽ നമ്മുടെ നീതീകരണ നിമിത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്താണ് നീതീകരണം? നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മെ പാപം ചെയ്തിട്ടില്ലാത്തവനായി ദൈവം കണക്കിടുകയാണ്. അത് യേശുവിൻ്റെ ഉയർപ്പിനാലാണ് സാധ്യമായത്. ഇന്ന് ഈ ഉയർപ്പിൻ്റെ ദിവസം വിളിച്ചു പറയുന്നത്, ദൈവം നമ്മെ പാപം ചെയ്തിട്ടില്ലാത്തവരായി കണക്കിടുന്നു. കാരണം യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ക്രൂശിൽ യേശുവിൽ പിതാവായ ദൈവം എല്ലാം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളും ക്രൂശിൽ ദൈവം നിവർത്തിച്ചിരിക്കുന്നു. അതിൽ നാം വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ. യേശുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ എന്നും ജീവിക്കുന്നു. അവൻ ജീവനുള്ള ദൈവം. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, യേശുവിൽ പിതാവായ ദൈവം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. നിങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഉയർപ്പിൻ്റെ ദിവസത്തിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ.